ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻ SS മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 11. 11-ാം അധ്യായം 2 ഭാഗങ്ങളായിട്ടാണ് വീഡിയോ ഇടുക. ആദ്യ പകുതിയിലെ ആദ്യ ചോദ്യം 1. യേശു എവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് 11:1 പറയുന്നത്. ഒരിടത്ത്. 2. യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അരികിൽ വന്നതാര്? ശിഷ്യന്മാരിൽ ഒരുവൻ. 3. ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിൻ്റെ അരികിൽ വന്ന് പറഞ്ഞതെന്ത്? യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. 4. ആര് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്നാണ് ശിഷ്യന്മാരിൽ ഒരാൾ യേശുവിനോട് ആവശ്യപ്പെട്ടത്? യോഹന്നാൻ. 5. യേശു പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ്? പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അന്നന്ന് വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ഈ ഭാഗം മനഃപ്പാഠമാക്കേണ്ടതാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. 6. ആരുടെ നാമം പൂജിതമാകണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്? പിതാവിൻ്റെ. 7. ആരുടെ രാജ്യം വരണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്? പിതാവിൻ്റെ. 8. അന്നന്ന് വേണ്ട ആഹാരം എപ്പോൾ നൽകണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്? ഓരോ ദിവസവും. 9. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ എന്ത് ക്ഷമിക്കണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്? ഞങ്ങളുടെ പാപങ്ങൾ. 10. ഞങ്ങളെ എന്തിൽ ഉൾപ്പെടുത്തരുത് എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രലോഭനത്തിൽ. 11. പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കി തരാൻ യേശു പറഞ്ഞ ഉപമ ഏത്? 3 അപ്പം വായ്പ ചോദിക്കാനായി സ്നേഹിതൻ്റെ അടുത്ത് ചെന്ന ഉപമ. 12. സ്നേഹിതൻ 3 അപ്പം വായ്പ ചോദിക്കാനായി എപ്പോൾ വന്നു എന്നാണ് യേശു തൻ്റെ ഉപമയിൽ പറയുന്നത്? അർദ്ധരാത്രി. 13. എത്ര അപ്പം കടം ചോദിക്കാനാണ് സ്നേഹിതൻ അർദ്ധരാത്രിയിൽ വന്നത്? 3 അപ്പം. 14. 3 അപ്പം വായ്പ വാങ്ങുന്നതിനായി സ്നേഹിതനെ അർദ്ധരാത്രിയിൽ സന്ദർശിച്ചത് എന്തുകൊണ്ടായിരുന്നു? ഒരു സ്നേഹിതൻ അർദ്ധരാത്രിയിൽ യാത്രാമധ്യേ തൻ്റെ അടുക്കൽ വന്നതുകൊണ്ടും അവന് കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്തതുകൊണ്ടും. 15. അപ്പം ചോദിച്ച സ്നേഹിതനോട് നൽകിയ മറുപടി എന്ത്? എന്നെ ഉപദ്രവിക്കരുത്, കതകടച്ചു കഴിഞ്ഞു. 16. ആരാണ് എൻ്റെ കൂടെ കിടക്കയിൽ എന്ന് പറഞ്ഞത്? എൻ്റെ കുഞ്ഞുങ്ങൾ. 17. എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കയിലായതുകൊണ്ട് എന്തിന് സാധിക്കുകയില്ല? എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ. 18. എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാലും നിർബന്ധം നിമിത്തം അവൻ എന്തു ചെയ്യും? എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. 19. അവൻ എന്ത് നിമിത്തമാണ് എഴുന്നേറ്റ് വേണ്ടത് നൽകുന്നത്? നിർബന്ധം നിമിത്തം. 20. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. അധ്യായം വാക്യം എഴുതുക. 11-ാം അധ്യായം 9-ാം വാക്യം. 21. സ്നേഹിതരുടെ ഉപമയിലൂടെ യേശു നൽകിയ സന്ദേശം എന്ത്? ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. 22. പൂരിപ്പിക്കാനുള്ളൊരു ചോദ്യമാണ്. ചോദിക്കുവിൻ ഡാഷ്, അന്വേഷിക്കുവിൻ ഡാഷ്, മുട്ടുവിൻ ഡാഷ്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. 23. പൂരിപ്പിക്കാനുള്ളൊരു ചോദ്യമാണ്. ഡാഷ് ഏവനും ലഭിക്കുന്നു. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു. 24. കണ്ടെത്തുന്നത് ആര്? അന്വേഷിക്കുന്നവൻ. 25. തുറന്നു കിട്ടുന്നത് ആർക്ക്? മുട്ടുന്നവന്. 26. 11-ാം അധ്യായം 11-12 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന സന്ദേശം എന്ത്? മനുഷ്യരുടെ നീതി. 27. മകൻ മീൻ ചോദിച്ചാൽ പകരം എന്തിനെ കൊടുക്കുമോ എന്നാണ് യേശു ചോദിക്കുന്നത്? പാമ്പിനെ.
28 മുട്ട ചോദിച്ചാൽ പകരം എന്തിനെ കൊടുക്കുമോ എന്നാണ് യേശുവിൻ്റെ ചോദ്യം. തേളിനെ. 29 മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുന്ന എങ്ങനെയുള്ള മാതാപിതാക്കളെയാണ് യേശു ചൂണ്ടിക്കാണിക്കുന്നത്? ദുഷ്ടരായ മാതാപിതാക്കളെ. 30 തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നതാര്? സ്വർഗസ്ഥനായ പിതാവ്. 31 യേശു എങ്ങനെയുള്ള പിശാചിനെയാണ് ബഹിഷ്കരിച്ചത്? ഊമനായ. 32 ഊമൻ സംസാരിച്ചത് എപ്പോൾ? പിശാച് പുറത്തു പോയപ്പോൾ. 33 പിശാച് പുറത്തു പോയപ്പോൾ ഊമൻ സംസാരിക്കുന്നത് കണ്ട് അവരിൽ ചിലർ പറഞ്ഞതെന്ത്? പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. 34 പിശാചുക്കളുടെ തലവൻ ബേൽസെബൂൽ. 35 യേശുവിനെ പരീക്ഷിക്കാൻ ഒരടയാളം ആവശ്യപ്പെട്ടത് എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്ന്. 36 അന്തഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഛിദ്രമുള്ള ഭവനവും വീണുപോകും. അധ്യായം വാക്യം എഴുതുക. 11-17. 37 എങ്ങനെയുള്ള രാജ്യമാണ് നശിച്ചു പോകുന്നത്? അന്തഛിദ്രമുള്ള. 38 എങ്ങനെയുള്ള ഭവനമാണ് വീണു പോകുന്നത്? അന്തഛിദ്രമുള്ള. 39 ആര് തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും എന്നാണ് യേശുവിൻ്റെ ചോദ്യം. സാത്താൻ. 40 യേശു ബേൽസെബൂലിനെ കൊന്ന് ആരെ പുറത്താക്കുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത്? പിശാചിനെ. 41 ബേൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ ഡാഷ് ആയിരിക്കും, വിധികർത്താക്കളായിരിക്കും. 42 ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് യേശു പറയുന്നത് എപ്പോൾ? ദൈവകരം കൊണ്ട് യേശു പിശാചുക്കളെ പുറത്താക്കുമ്പോൾ. 43 ദൈവകരം കൊണ്ട് യേശു പിശാചുക്കളെ പുറത്താക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് യേശു പറയുന്നത് എന്ത്? ദൈവരാജ്യം. 44 ആര് കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോഴാണ് അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാകുന്നത്? ശക്തൻ ആയുധധാരിയായി നിൽക്കുമ്പോൾ. 45 ശക്തൻ ആയുധധാരിയായി നിൽക്കുമ്പോൾ കൊട്ടാരത്തിലെ എന്താണ് സുരക്ഷിതമായിരിക്കുന്നത്? വസ്തുക്കൾ. 46 കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്ന ശക്തനായ ആയുധധാരിയെ ആര് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ എന്നാണ് വചനം പറയുന്നത്? കൂടുതൽ ശക്തനായ ഒരുവൻ. 47 കൂടുതൽ ശക്തനായ ഒരുവൻ കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്നവനെ കീഴ്പ്പെടുത്തിയാൽ എന്ത് സംഭവിക്കുന്നു? കൊട്ടാരത്തിന് കാവൽ നിന്ന ആയുധധാരിയുടെ ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. 48 ആയുധങ്ങൾ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യുന്നതാര്? കൂടുതൽ ശക്തനായ ഒരുവൻ. 49 എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അധ്യായം വാക്യം എഴുതുക. 11 അധ്യായം 23 വാക്യം. 50 എന്നോടുകൂടെ അല്ലാത്തവൻ ആർക്കെതിരാണ് എന്നാണ് യേശു പറയുന്നത്? യേശുവിന്. 51 യേശുവിനോടുകൂടെ ശേഖരിക്കാത്തവനെ എന്തു ചെയ്യുന്നു? ചിതറിച്ചു കളയുന്നു. 52 യേശുവിനോടുകൂടെ ശേഖരിക്കാത്തവനെ ചിതറിച്ചു കളയുന്നത് ആര്? യേശു. 53 അശുദ്ധാത്മാവിൻ്റെ തിരിച്ചുവരവ് രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു സുവിശേഷകൻ. വിശുദ്ധ മത്തായി 12 അധ്യായം 43 മുതൽ 45 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. 54 അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ ആശ്വാസം തേടി അലഞ്ഞു നടക്കുന്നത് എവിടെ? വരണ്ട സ്ഥലങ്ങളിലൂടെ. 55 ആശ്വാസം തേടി അലഞ്ഞു നടന്ന അശുദ്ധാത്മാവ് ആശ്വാസം കിട്ടാതെ വരുമ്പോൾ പറയുന്നത് എന്ത്? ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. 56 അശുദ്ധാത്മാവ് തിരിച്ചു വരുമ്പോൾ ആ വീട് എങ്ങനെ കാണപ്പെടുന്നു? അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി. 57 അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ട വീട്ടിലേക്ക് എത്ര അശുദ്ധാത്മാക്കളെ കൂടിയാണ് കൊണ്ടുവരുന്നത്? 7 അശുദ്ധാത്മാക്കളെ. 58 7 അശുദ്ധാത്മാക്കളെ വചനം എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ദുഷ്ടരായ അശുദ്ധാത്മാക്കളെന്ന്. 59 ഇപ്പോൾ എത്ര അശുദ്ധാത്മാക്കളാണ്
ഭവനത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്? 8 അശുദ്ധാത്മാക്കൾ. 60 8 അശുദ്ധാത്മാക്കൾ കയറിയ ഭവനത്തിൻ്റെ സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? ആദ്യത്തേതിനേക്കാൾ മോശമായി തീരുന്നു.